അതെ, പണ്ടത്തെ ഒരു കമലഹാസന്റെ സിനിമാ കഥ പറയായിരുന്നു. ഈ ക്യാൻസർ വന്ന് നായകൻ മരിക്കുന്ന കഥയല്ലേ? അതെ, വളരെ ശരിയാ. അല്ല, എടുത്തമ്മക്ക് ഇതെങ്ങനെ മനസ്സിലായി? അത് ഈ നായകന്റെ ഇരിപ്പ് കാണുമ്പോഴേ അറിയാലോ. വിഷ്ണുവേട്ടൻ സ്കാനിങ്ങിന്റെ റിസൾട്ട് വാങ്ങിക്കാൻ പോയോ? ഞാനൊന്നും പോയില്ല. പിന്നെ അവര് പറയുന്നതായിട്ട് പേടിക്കാൻ വേറെ പണിയില്ലല്ലോ. റിസൾട്ടിന്റെ കാര്യം അറിയാഞ്ഞിട്ട് ഇത്രയും ടെൻഷൻ. അപ്പൊ പിന്നെ അറിയുമ്പോ എന്തായിരിക്കും? ആശന് പേടിയാണ് എടുത്തമ്മ. ആശൻ എന്തോ മാറാ രോഗം എന്നാ ആശൻ പറയുന്നേ. മരിച്ചു പോകുന്നൊക്കെ എന്റെ ആശൻ പറയുന്നേ. അത് ശരി. അപ്പൊ മരിക്കാൻ തയ്യാറായിട്ടുള്ള ഇരിപ്പ അല്ലെ? ഇതാണ് സ്കാനിംഗ് റിപ്പോർട്ട്. ഇത് വെച്ച് വിഷ്ണുവേട്ടൻ ഇപ്പൊ ഒരു കുഴപ്പമില്ല. പിന്നെ ഇപ്പൊ ഉണ്ട് വെറും ഒരു ജലദോഷപ്പനി. അതിപ്പോ ആവി പിടിച്ചാൽ മാറാവുന്നതേ ഉള്ളൂ. ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ, മൊത്തം ഇംഗ്ലീഷാ. ആശാനെ, ആശനൊന്നും ഇല്ലെന്ന്. അപ്പൊ ഞാൻ മരിക്കില്ല? അതൊന്നും എനിക്കറിയാൻ പാടില്ല. പിന്നെ ജനിച്ച എല്ലാവരും മരിക്കണമല്ലോ. പക്ഷേ വിഷ്ണുവേട്ടന്റെ കാര്യത്തിൽ അതെന്തായാലും ഉടനെ ഇല്ല. അതുകൊണ്ട് ഈ കമലഹാസന്റെ കണ്ണീർ കഥ നിർത്തി കോമഡി വല്ലതും പിടിക്കാൻ നോക്ക്. ആശാനെ, ആശാൻ ഇങ്ങനെ ഒരുപാട് പടങ്ങളൊന്നും കാണല്ലേ? അല്ല, ആശാൻ ഇങ്ങനെ പടങ്ങൾ കാണുമ്പോളാ ആശാൻ ഞങ്ങളിങ്ങനെ കരയിപ്പിച്ച് കൊല്ലും. ഓ, എന്തൊക്കെയായിരുന്നു. അച്ഛനെ നോക്കണം, അമ്മനെ നോക്കണം, കുട്ടികളെ കൊണ്ടാക്കണം, ചക്ക മേങ്ങ തേങ്ങ. എന്റെ അച്ഛനെ കുറച്ചു നേരം മുമ്പ് വരെ ഞാൻ എത്ര ദൈവങ്ങളെ ചീത്ത വിളിച്ചെന്നറിയോ? ഓ, ഈ പാവങ്ങളൊക്കെ ഞാൻ എവിടെ കൊണ്ട് വീട്ടുവന്നോ. അച്ഛനെ, അതെ, ശത്രുക്കളോട് പോലും ഇങ്ങനെ ഒന്ന് കാണിക്കല്ലേ. നീ പോവാ? അല്ല, എന്താ ഇനി വല്ല കഥയും പറയാണ്ട എന്ന് പറഞ്ഞോ. ഞാനേ ഉറക്കൊഴിച്ചിരുന്നിങ്ങനെ കേക്കാം. അതെ, ചെല്ലേ, ചെന്ന് കുളിച്ചെന്തെങ്കിലും കഴിച്ച് കിടന്നുറങ്ങാൻ നോക്ക്. ഏട്ടത്തിമാർ റിപ്പോർട്ട് കൊണ്ടുവന്നത് നന്നായി. അല്ലെങ്കിൽ ഞാനിപ്പോ ടെൻഷൻ അടിച്ച് ചത്തേനെ. ഞാനുണ്ടല്ലോ നിന്റെ കൂടെ, നീ വിഷമിക്കായിരിക്കേ. ശരി ശരി, ഞാൻ വിളിക്കാം. ആരായിരുന്നു ഫോണില്? അത് രേഷ്മയാ. അവൾക്ക് ജോലിയൊന്നും ആയില്ല, അപ്പൊ അവളെ സഹായിക്കണം എന്നാ പറയുന്നേ. അല്ല, അതിന് വിഷ്ണുവേട്ടൻ എങ്ങനെയാ ഇപ്പൊ സഹായിക്കുക? ഈ മാറാരോഗം വന്ന് മരിക്കാൻ നടക്കുന്ന ആള് മറ്റൊരാളെ എങ്ങനെയാ സഹായിക്കുക? അതെ, നീ അങ്ങോട്ട് ശവത്തി കുത്തല്ലേ, അങ്ങനെ അങ്ങോട്ട് പറ്റിപ്പോയി. അതിന്റെ പേരിലേ എപ്പോഴും ഇങ്ങനെ ക്രൂശിക്കണ്ട കേട്ടാ. എന്റെ വിഷ്ണുവേട്ടാ, ഇത്രയ്ക്ക് മനോബലം ഇല്ലാത്ത ആളാണോ വിഷ്ണുവേട്ടൻ? അടിക്കി ഉടിക്ക് മാത്രമേ ഇരട്ടച്ചാൻ കൊള്ളൂ അല്ലേ? ചാവാൻ നടക്കുന്ന ഒരാളെ ചുമ്മാ ഓരോ കഥ എഴുന്നള്ളിച്ചോണ്ട് വന്നോളൂ. അതൊക്കെ കേട്ട് വിശ്വസിക്കാരൻ ആ കമലല്ലോ പറ്റിയ കൂട്ട്. അവനും കൊള്ളാം, വിഷ്ണുവേട്ടനും കൊള്ളാം. അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാനിപ്പോ ശരിക്കും ചാവാൻ പോവാണെങ്കിൽ താൻ എന്താ ചെയ്യാ? ഒന്നറിയാൻ വേണ്ടിട്ടാ. എന്ത് ചെയ്യാനാ? ചത്ത കുഴിച്ചിടും. അല്ലാതെ കെട്ടിപ്പിടിച്ചോണ്ട് ജീവിതകാലം മുഴുവൻ ഇരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഈ കുഴിച്ചിടുന്ന സ്ഥലത്തൊരു തുളസി തൈ നടുകയും ചെയ്യും. ശരി, അപ്പൊ തന്നെ കുഴിച്ചിടും. പിന്നല്ലാതെ. എന്നിട്ട് അവിടെ തുളസി നടും അല്ലേ?
പിന്നെ നിങ്ങട്ടല്ലോ നിഞ്ഞാടി ഞാൻ ആദ്യപ്പെട്ട ഇവിടെ എടുത്തിട്ട് ദേ താഴേക്ക് ഞാൻ പിള്ളേരാരെങ്കിലും കാണുവേ ആ കാണട്ടെ. വിഷ്ണുവേട്ടാ. അതേ ഞാനേ എന്റെ ഭാര്യയെ അതായത് അവരുടെ അമ്മേനെ പൊക്കിയെടുത്തിരിക്കുന്നത് അല്ലാതെ അപ്പുറത്തെ വീട്ടിലെ അമ്മണി ചേച്ചീനല്ല. അത് ശരി, അപ്പൊ അങ്ങനെ വരട്ടെ. അമ്മണി ചേച്ചിയും നോട്ടോന്തും അല്ല? എന്റെ പൊന്നോ, എന്റെ രാജശ്രീയും വിജയശ്രീ സാവിത്രിയും ഒക്കെ നീയ. ഈ കണ്ണുകളിലെ എനിക്ക് ഏത് അപ്സരസിനും കാണാം. കാരണം ഞാൻ കാണുന്ന ലോകം ഇതാണ്. പിന്നെ ഈ കണ്ണുകളിലെ തിളക്കം അതിന്റെ ഊർജം, പിന്നെ ഈ നിശ്വാസം, അതാണ് എനിക്ക് എന്റെ ജീവവായു. പിന്നെ എങ്ങനെയടി നിന്നെ വിട്ട് പോവാ? നിന്നെ ഇവിടെ വെച്ച് ശരിയാവില്ല. വാ, വാ, വാ. നിന്നെ ഞാൻ ശരിയാക്കി തരാം ട്ടാ. വിഷ്ണുവേട്ടാ, വീട്. അയ്യോ. തങ്ങിയിരിക്കടി ഇവിടെ. വിഷ്ണുവേട്ടാ, ആ, ഞാനേ നോക്ക് പിള്ളേര്. അയ്യോ, വിഷ്ണുവേട്ടാ.